വചനധ്യാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. കർത്താവിന് നന്ദി പറയുന്നു. ഇന്നത്തെ വചനം, ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:21 മുതലുള്ള വാക്യങ്ങൾ. റോമാക്കാരായ നമുക്ക് നിയമപ്രകാരം അംഗീകരിക്കാനോ അനുഷ്ഠിക്കാനോ പാടില്ലാത്ത ആചാരങ്ങളെക്കുറിച്ച് ഇവർ പ്രസംഗിച്ച് നടക്കുന്നു. ജനക്കൂട്ടം ഒന്നാകെ അവർക്കെതിരായി ഇളകി വസ്ത്രങ്ങൾ ഉരിഞ്ഞുമാറ്റി അവരെ പ്രഹരിക്കാൻ ന്യായാധിപന്മാർ കൽപ്പന നൽകി. അവർ അവരെ വളരെയധികം പ്രഹരിച്ചതിനു ശേഷം കാരാഗൃഹത്തിൽ അടച്ചു. അവർക്ക് ശ്രദ്ധാപൂർവം കാവൽ നിൽക്കാൻ പാറാവുകാരന് നിർദ്ദേശവും കൊടുത്തു. അവൻ കൽപ്പന പ്രകാരം അവരെ കാരാഗൃഹത്തിന്റെ ഉള്ളറയിലാക്കി കാലുകൾക്ക് ആമം വച്ചു. അപ്പോ ഇത് തീ പിടിച്ച ഒരു ക്രിസ്ത്യാനിയായി പൗലോസ്ലീഹ. അദ്ദേഹം ആത്മാർത്ഥമായി ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും ആ സമയത്തെ അനാചാരങ്ങളെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി നാട്ടുകാർ ഇളകി. ഈ സാത്താൻ സേവ ചെയ്ത് രോഗം മാറ്റുന്ന ആൾക്കാര് ഒരു ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാന്മാർക്ക് വളരെ ആദായമുണ്ടാക്കിയിരുന്നു. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പുറകെ വന്ന് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ്. അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു. പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി. അവൻ തിരിഞ്ഞ് അവളുടെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകും. അപ്പൊ അശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഭാവി പ്രവചിച്ചിരുന്ന ഒരു ബാലിക അവിടെ ഉണ്ടായിരുന്നു. അവൾക്ക് യജമാന്മാരുണ്ടായിരുന്നു. അവളെ വെച്ച് പൈസ ഉണ്ടാക്കിയ ആൾക്കാരുണ്ടായിരുന്നു. ഈ പൗലോസ്ലീഹ ഇവളിങ്ങനെ പുറകെ നടന്ന് ഇവരെ ദൈവത്തിൻ്റെ ആൾക്കാരാണ്, രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, കുറേ ദിവസം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൗലോസ്ലീഹയ്ക്ക് അതൊരു ഇറിറ്റേഷനായി. പൗലോസ്ലീഹ ദുഷ്ടാത്മാവിനോട് അവളെ വിട്ട് പോകാൻ കൽപ്പിച്ചു. അതോടുകൂടെ അവൾക്ക് ഭാവി പ്രവചനം നടക്കാതെയായി. അപ്പോൾ ഇതുമൂലം പൈസ ഉണ്ടാക്കിയിരുന്നവരൊക്കെ കോപാകുലരായി. അപ്പം അവരുടെ ഈ ഗൂഢാലോചന മൂലമാണ് പൗലോസ്ലീഹ കാരാഗൃഹത്തിൽ ഘോരമായ പ്രഹരത്തിന് ശേഷം കാരാഗൃഹത്തിൽ അടയ്ക്കുകയാണ്. അപ്പോൾ കാരാഗൃഹത്തിലെ അത്ഭുതം അല്ലെങ്കിൽ തടവറയിലെ അത്ഭുതം. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. ഈ അടിയും ചവിട്ടും തോഴിയൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് അവര് ക്ഷീണിച്ച് അവിടെ കിടക്കുകയായിരുന്നില്ല. അവരവിടെ പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ല. അവർ അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. എന്തിനു വേണ്ടി? എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ ആരെങ്കിലും ദ്വേഷിച്ചാൽ സന്തോഷിക്കുവേൻ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ അന്വർത്ഥമാവുകയാണ്. അങ്ങനെ അവരുടെ ജീവിതത്തിന് കർത്താവിനെ പ്രതി കൂടുതൽ പീഡകൾ ഏൽക്കാൻ സാധിച്ചതിനെ അവർ കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ്. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു ഭൂകമ്പം, വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗൃഹ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ട് തടവുകാരെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവൻ വാൾ ഊരി ആത്മഹത്യയ്ക്ക് ഒരുങ്ങി. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. വിളക്ക് കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് ഓടി. പേടിച്ചു വിറച്ച് അവൻ പൗലോസിൻ്റെയും സിലാസിൻ്റെയും കാൽക്കൽ വീണു.
അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ പൗലോസും സീലാസും ഈ പീഡനങ്ങളൊക്കെ കഴിഞ്ഞ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ കാരാഗൃഹം ഒരു ആരാധനാലയമാക്കുകയാണ് അവർ ചെയ്തത്. അവർ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂമികുലുക്കമുണ്ടായി. അവർക്ക് രക്ഷപ്പെടാമായിരുന്നു, അവർ ഓടിപ്പോയില്ല. രക്ഷപ്പെടാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു, അവർ പോയില്ല. അപ്പൊ ഇവരുടെ സൂക്ഷിപ്പുകാരൻ ഇവരൊക്കെ പോയി എന്ന് എഴുതി ആത്മഹത്യക്ക് ഒരുങ്ങി. പൗലോസ് പറയുന്നു, സാഹസം ചെയ്യരുത്. അപ്പോ അയാൾക്ക് മാനസാന്തരം ഉണ്ടാവുകയാണ്. അയാൾ ചോദിക്കുകയാണ്, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ എല്ലാവിധ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അവർ നിയമം അനുസരിച്ച് തന്നെയാണ് അവർ പോയത്. അല്ലാണ്ട് ക്രിസ്തു അത്ഭുതം നടത്തി അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള ന്യായീകരണമൊന്നും അവിടെ ഇല്ല. അവരൊന്നും ഓടിപ്പോയില്ല. അവർ നീതിമാന്മാരായിരുന്നു, ന്യായത്തിൻ്റെ പുറകെയായിരുന്നു. അവർ നിയമം ലംഘിക്കുകയൊന്നും ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഇടം, നമ്മൾ ഇരിക്കുന്ന സാഹചര്യം ആരാധനാലയമാക്കുന്ന ഒരു രീതി ആണ് ഈ തീവ്രമായി ക്രിസ്തുവിനെ അനുഗമിച്ചവർ ചെയ്ത കാര്യങ്ങളെല്ലാം. അവർക്കതിന് കണ്ടമാനം പീഡനങ്ങൾ ഏറ്റിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ വചനങ്ങൾ പ്രഘോഷിച്ചതിന്. അതൊന്നും അവരെ നിശബ്ദരാക്കിയില്ല. അപ്പോൾ എന്നെ പ്രതി വയലിനെയോ സമ്പത്തിനെയോ സ്വന്തക്കാരെയോ ഒക്കെ നഷ്ടപ്പെടുമ്പോൾ ആഹ്ലാദിക്കുവാൻ, എന്നെ പ്രതി സമൂഹം നിങ്ങളെ കുറ്റം വിധിക്കുമ്പോൾ ആഹ്ലാദിക്കുവാൻ. കാരണം എന്തിനാണ് ആഹ്ലാദിക്കുന്നത്? നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിനെ ഓർത്ത് സന്തോഷിക്കുവാൻ. അപ്പൊ ഇതെല്ലാം ഇതുപോലെയുള്ള ഒരു ജീവിതത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. ക്രിസ്തുവിനെ ഫോളോ ചെയ്തിട്ട് നമ്മൾ എത്രമാത്രം സഹിച്ചിട്ടുണ്ട്, നഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട്, വേദനകൾ സഹിച്ചിട്ടുണ്ട്, ആക്രോശങ്ങൾ സഹിച്ചിട്ടുണ്ട്, ആക്രമണം സഹിച്ചിട്ടുണ്ട്, ഒറ്റപ്പെടുത്തലുകൾ സഹിച്ചിട്ടുണ്ട്. അപ്പൊ ക്രിസ്തുവിനെ പ്രതി നഷ്ടമൊന്നും സഹിക്കാതെ ഇങ്ങനെ നല്ല ബൈബിളൊക്കെ വായിച്ച് ആഘോഷങ്ങളൊക്കെ നടത്തി, പെരുന്നാളുകളൊക്കെ പങ്കെടുത്ത്, ഗെറ്റ് ടുഗദറൊക്കെ നടത്തി, യാതൊരുവിധ നഷ്ടങ്ങളും സഹിച്ചിട്ടില്ല. വളരെ ഒരു പൈങ്കിളി വിശ്വാസിയായി ജീവിക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സമ്പത്തും സമാധാനവും സന്തോഷവും ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം കൂട്ടുപിടിക്കേണ്ട അല്ലെങ്കിൽ അനുധാവനം ചെയ്യപ്പെടേണ്ട ഒരു രീതിയല്ല ക്രിസ്തു നമ്മളെ കാണിച്ചു തരുന്നത്. ക്രിസ്തു തന്നെ ക്രൂശിക്കപ്പെട്ടു. ആ ക്രിസ്തുവിനെയാണ് നമ്മൾ അനുകരിക്കുന്നത്. അപ്പോൾ ആ കുരിശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു പറയുന്നു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, കാരണം ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞവനാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന നമ്മൾ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, സ്വന്തം പ്രശസ്തിക്കും പണത്തിനും രോഗശാന്തിക്കും അതിനൊക്കെ വേണ്ടി മാത്രം സമീപിക്കുന്ന ഒരു
ഒരു ദൈവമാക്കാതെ കഷ്ടപ്പാടുകളിലും ക്രിസ്തുവിനെ ആത്മാർത്ഥമായി ആരാധിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്തു അനുയായികൾ ആകുന്നത്. ഇതുപോലെ വിശ്വാസത്തിൽ വളർച്ച പ്രാപിച്ച് സ്വയം എരിയുന്ന മെഴുകുതിരികളായി ഈ ലോകത്തിന് വെളിച്ചമേകി ഉരുകി ഉരുകി കത്തിത്തീരാൻ ഉള്ള കൃപയ്ക്കായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് ഇതിന് പകരം നമുക്ക് നൽകുന്നത് എന്താണ്? യഥാർത്ഥമായ സന്തോഷം, സമാധാനം, ക്രിസ്തുവിലുള്ള ആനന്ദം. അതുപോലെ മരണശേഷവും ക്രിസ്തുവിൻ്റെ നമുക്ക് കാണാം എന്ന ഒരു ശുഭാപ്തി വിശ്വാസം. അപ്പോൾ ആ ഡൈമെൻഷൻ വേറെയാണ്. മരണത്തോടുകൂടെ എല്ലാം കഴിയുന്നില്ല. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയും കർത്താവ് നമുക്ക് നൽകുന്നു. അപ്പം ഇതുപോലെ തീക്ഷ്ണമായി കർത്താവിനെ അനുധാവനം ചെയ്യുവാനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കഷ്ടപ്പാടുകളുടെ നടുവിലും ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിച്ച് ആരാധിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ കഷ്ടപ്പാടുകൾ മാത്രമല്ല, ആഘോഷങ്ങളുടെ ഇടയിലും എന്തൊക്കെ ജീവിത സാഹചര്യം എന്തു തന്നെ ആയിരുന്നാലും അവയ്ക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാനുള്ള കൃപ സർവേശ്വരൻ നമുക്കെല്ലാവർക്കും നൽകട്ടെ. ആമേൻ.